കർട്ടൻ വേഴ്സസ് വിൻഡോ ബ്ലൈൻഡ്സ്. ഏറ്റവും കൂടുതൽ ആളുകൾ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, ഈ വിൻഡോയിൽ കർട്ടൻ ആയിരിക്കും ഭംഗി, ബ്ലൈൻഡ്സ് ആണോ ഭംഗി, കർട്ടൻ ആണോ ചെയ്യേണ്ടത്, ബ്ലൈൻഡ്സ് ആണോ ചെയ്യേണ്ടത്, കർട്ടൻ ആണോ പൈസ കുറവ്, അതുപോലെ തന്നെ ബ്ലൈൻഡ്സ് ചെയ്യുന്നതായിരിക്കും പൈസ കുറവ്. ഓരോന്നിനും പറ്റിയിട്ടും വിശദമായിട്ട് പറയണം. ആദ്യം തന്നെ പറയട്ടെ, കർട്ടൻ പല ടൈപ്പ് കർട്ടൻസ് ഉണ്ട്. സിംഗിൾ ലെയർ ആയിട്ടുള്ളതുണ്ട്, ഡബിൾ ലെയർ ആയിട്ടുള്ളതുണ്ട്. ഡബിൾ ലെയർ എന്ന് പറയുമ്പോൾ ഉള്ളിൽ ഷിയർ വരും, പുറത്ത് മെയിൻ ക്ലോത്ത് വരും. അങ്ങനെ പല ഇതുണ്ട്. പിന്നെ ഇതിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് റിപ്പിൾ ഫ്രീ, പിന്നെ ഐലറ്റ് കർട്ടൻ, പിന്നെ ഓപ്പൺ ബെൽറ്റ്, അങ്ങനെ പല സ്റ്റൈലിലുള്ളതുണ്ട്. എം ട്രാക്ക് ഉണ്ട്, ഐ ട്രാക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്റ്റൈലിലുള്ളതുണ്ട്. ഇത് പലതിനും പല റേറ്റ് ആണ് കേട്ടോ. പിന്നെ ഈ കർട്ടൻ്റെ റേറ്റിൽ ഏറ്റവും കൂടുതൽ അതിനെ ബാധിക്കുന്ന കാര്യം കർട്ടൻ്റെ ക്ലോത്താണ്. അതായത് കർട്ടൻ ക്ലോത്തിന് പല ക്വാളിറ്റി, ഇപ്പോൾ ഒരു 80 രൂപ തൊട്ട് ഒരു 1200 1300 രൂപ വരെ പെർ മീറ്ററിന് ക്ലോത്ത് റേറ്റ് വരുന്നുണ്ട്. പല കമ്പനിയുടെ അനുസരിച്ച്, പല ക്വാളിറ്റിയിലുള്ള അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമുണ്ട്. പിന്നെ ബ്ലൈൻഡ്സ് ആണെങ്കിലും, ബ്ലൈൻഡ്സിൻ്റെ ആണെങ്കിൽ റേറ്റ് വരിക സ്ക്വയർ ഫീറ്റിനാണ്. ഇപ്പോൾ ഒരു ജനലൊക്കെ ആണെങ്കിൽ ഏകദേശം 22 സ്ക്വയർ ഫീറ്റ് 3 പാളിയുടെ. അപ്പോൾ 100 രൂപ തൊട്ട് ഏകദേശം 350 രൂപ വരെ ഒരു സാധാരണ കേസസിൽ ബ്ലൈൻഡ്സിനും റേറ്റ് വരുന്നുണ്ട്. സാധാരണ കേസസിൽ 100-നും 170-നൊക്കെ ഇടയിലായിരിക്കും. എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഏതാണ് നല്ലത് എന്നുള്ളത് ആണ് ആദ്യത്തെ ചോദ്യം. നിങ്ങളുടെ മുറി ചെറിയ മുറിയാണ്, വലിയ ഗ്യാപ്പൊന്നുമില്ല, അതായത് ഒരുപാട് കാര്യങ്ങൾ ആ മുറിയിൽ വരുന്നുണ്ട്. ബെഡ്റൂമിൽ ചിലപ്പോൾ കട്ടിൽ മുട്ടിക്കിടക്കുന്നതാണ്, ലിവിങ്ങിലാണെങ്കിൽ സോഫ മുട്ടിക്കിടക്കുന്നതാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ എപ്പോഴും ബ്ലൈൻഡ്സ് ആയിരിക്കും നല്ല ഓപ്ഷൻ. നിങ്ങളുടെ മുറി ഒരു പ്രീമിയം ലുക്ക്, ആ വീടിന് കർട്ടൻ ചെയ്താൽ ബ്ലൈൻഡ്സ് ചെയ്തതിനേക്കാളും ഭംഗി ഉണ്ടാകും. നല്ലൊരു പ്രീമിയം, ഒരു ട്രഡീഷണൽ, ഒരു നല്ലൊരു എലഗൻറ്റ് ലുക്കാണ് വേണ്ടത്. നല്ല ഹൈറ്റിൽ നിന്ന് കർട്ടൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല അവിടെ ഒരു സ്പേസ് കുറയോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കർട്ടൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. റേറ്റ് ഇതിന് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം ഇപ്പോൾ തുല്യമായിക്കൊണ്ടിരുന്നു. ഒരു സമയത്ത് ബ്ലൈൻഡ്സിനായിരുന്നു കൂടുതൽ, പക്ഷേ കർട്ടൻ ഇങ്ങനെ പ്രീമിയം കാറ്റഗറിയിൽ പലത് വരികയും ബ്ലൈൻഡ്സ് കുറേയും കൂടി ജനകീയമാവുകയും ചെയ്തതോടുകൂടി ഏകദേശം ഇപ്പോൾ ഒരേ രീതിയിലാണ് റേറ്റൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നോക്കണം. അപ്പോൾ ബ്ലൈൻഡ്സിൻ്റെ പേയ്മെൻറ്റ് നോക്കണ്ട. പേയ്മെൻറ്റ് പല ഇതിനും പലതാണ്, ചെയ്യുന്ന മെറ്റീരിയൽ ടൈപ്പ് അനുസരിച്ച് മാറും. ആ റൂമാണ് നോക്കേണ്ടത്. റൂമിന് ഏതാണ് ഭംഗി എന്നുള്ളതാണ്. ചില കേസസിൽ കർട്ടൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ റൂമിൻ്റെ സൈസ്, അതായത് കർട്ടൻ ചെയ്യുമ്പോൾ ഒരു 15 സെൻറ്റിമീറ്റർ, അര അടിയോളം ഭിത്തിയിൽ നിന്ന് ഇങ്ങോട്ട് നീങ്ങിയാണല്ലോ നിൽക്കുന്നത്. അങ്ങനത്തെ ഇപ്പോൾ 2 ജനലൊക്കെ ഉണ്ടെങ്കിൽ ആ റൂമിൽ ഒരുപാട് സ്ഥലം കുറയും. സ്ഥലം കുറയെന്ന് വെച്ചാൽ പ്രഥമ ദൃഷ്ടിയായ സ്ഥലം കുറഞ്ഞതായിട്ട് തോന്നത്തില്ല. പക്ഷേ നമ്മൾ അവിടെ ഒരു ഫർണിച്ചർ ഇടുമ്പോഴോ അല്ലെങ്കിൽ കട്ടിൽ വരുമ്പോഴോ ഒക്കെയാണ് നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നത്. മേശ വരുമ്പോഴൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. മൂന്നാമത്തെ റീസൺ, ക്ലീൻ ചെയ്യാൻ ഏതാണ് എളുപ്പം എന്നുള്ളത്. കർട്ടൻ എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്? ജസ്റ്റ് ഊരി എടുത്തിട്ട് വാഷ് ചെയ്തിട്ട് തിരിച്ചിടും, അങ്ങനെ ഉണ്ടെന്നെങ്കിൽ ചെയ്യാം. പിന്നെ ഐലറ്റ് കർട്ടനൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആണെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു സ്റ്റീൽ റിങ്ങോ അല്ലെങ്കിൽ ഒരു ഹുക്കോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൂടി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവുകയോ അങ്ങനെയൊക്കെ വരും. അപ്പോൾ അതിലും ക്വാളിറ്റിയുടെ ഒരു വിഷയം വരുന്നുണ്ട്. പിന്നെ ബ്ലൈൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ, ബ്ലൈൻഡ്സ് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഊരിയിട്ട് അങ്ങനത്തെ കഴുകുന്ന രീതിയല്ല. പകരം നമ്മൾ ആ ബ്ലൈൻഡ്സ് അവിടെ കിടക്കുന്നിടത്തിട്ട് തന്നെ നനഞ്ഞ തുണിക്ക് തുടയ്ക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നല്ല രീതിയിൽ അഴുക്ക് പോകും കേട്ടോ. നമുക്ക് വളരെ ഫ്രഷ് ആയിട്ട് തന്നെ ബ്ലൈൻഡ്സ് കുറേ നാൾ നിൽക്കും. അതുകൊണ്ട് ക്ലീനിങ്ങിന് രണ്ടിനും ഏകദേശം തുല്യം എന്ന് പറയാം. കുറച്ചുകൂടി ക്ലീനിങ് എളുപ്പവും മെയിൻ്റനൻസ് എളുപ്പവും ഒരു പരിധി വരെ ബ്ലൈൻഡ്സ് ആണ്. പിന്നെ ബ്ലൈൻഡ്സ് ഏത് ടൈപ്പ് ബ്ലൈൻഡ് ആണെന്നുള്ളതനുസരിച്ച് അത് മാറും. കർട്ടൻ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്ന മെത്തേഡ്സ് തന്നെയാണ് ക്ലീനിങ്, അതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ കർട്ടൻ ക്ലീനിങ് കുറച്ചും കൂടി ഹെവിയാണ്. നമ്മളത് ഊരിയെടുത്ത് കഴുകി, ഇപ്പോൾ പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്യുന്നെങ്കിൽ അതിന് നല്ല പൈസ കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്നെങ്കിൽ അതൊരു ഹെവി ജോബാണ്. മറ്റേത് അങ്ങനെയല്ല, കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ബെറ്റർ ബ്ലൈൻഡ്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. കാരണം അത് നല്ല രീതിയിൽ അവർക്ക് പണി കുറയ്ക്കും, മെയിൻ്റനൻസ് കുറയുവാണ്. അതുകൊണ്ട് പിന്നെ ഏറ്റവും ഉള്ളത്, നമ്മൾ കർട്ടനും ബ്ലൈൻഡ്സ് ഒക്കെ ഇടുന്നതിൻ്റെ ഉപകാരം എന്താണ്? ആ റൂമിലേക്ക് പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ്, പീക്ക് പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ബെഡ്റൂംസ് ആയിരിക്കും, പല രീതിയിലുള്ള മുറികളായിരിക്കും. അപ്പോൾ അതിന് ആ പീക്ക് പ്രൂഫ് ആവും എന്നുള്ളത്. ഏത് ചെയ്താലും പീക്ക് പ്രൂഫ് ആവും. സീബ്ര ബ്ലൈൻഡ് ചെയ്താലും അതെ, റോമൻ ബ്ലൈൻഡ് ചെയ്താലും അതെ, റോളർ ബ്ലൈൻഡ് ചെയ്താലും അതെ, കർട്ടൻ ചെയ്താലും അതെ. കർട്ടനൊക്കെ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ റൂം പീക്ക് പ്രൂഫ് ആവും. പിന്നെ 2 ക്ലോത്ത് തമ്മിൽ ഇങ്ങനെ മുട്ടിച്ചിടുമല്ലോ, അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിലെങ്കിലും ഒരു വെൽക്രോ കൊടുക്കുക. വെൽക്രോ എന്ന് വെച്ചാൽ ക്ലോത്ത് തമ്മിൽ ഒട്ടിച്ച് വെക്കാനുള്ള രീതിയിൽ. ബ്ലൈൻഡ്സ് ആണെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഏതിലാണ് വേണ്ടതെന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. എന്നിട്ട് ആ വീട്ടിലേക്ക് ഏറ്റവും ഭംഗി ഏതിനാണ് തരാൻ സാധിക്കുക എന്നുള്ളത് നോക്കിയിട്ട് വേണം അവിടത്തേക്കുള്ള ബ്ലൈൻഡ്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കർട്ടൻ ചെയ്യാനായിട്ട്. പിന്നെ ഒരാളോട് ചോദിക്കുക, ഇപ്പോൾ എന്നോട് ചോദിക്കുക, നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചോദിക്കുക, ഫോട്ടോ അയച്ചാൽ മതി, ജസ്റ്റ് ആഷിക്ക് ഇവിടെ ഏതായിരിക്കും ബെറ്റർ എന്നുള്ള രീതിയിൽ ചോദിക്കുക. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ ഞാൻ അവിടെ പറയുന്നതാണ്. കൂടാതെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കയറി നോക്കുക. ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് വീഡിയോസിലും ഒരുപാട് ഫോട്ടോസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് വർക്കിൻ്റെ. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങളുടെ ഇൻറ്റീരിയർ എങ്കിൽ അത് ഫോളോ ചെയ്താൽ മതിയാകും. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.